ഹായ്, ഇന്ന് നമ്മൾ ഈ ഒരു അപ്പോയിൻമെന്റിന്റെ ടെംപ്ലേറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നാണ് നോക്കുന്നത്. ഇതൊരു ഡൈനാമിക് കലണ്ടറിന്റെ ടെംപ്ലേറ്റ് ആണ്. ഞാൻ അപ്പോയിൻമെന്റ് ഈ ഒരു കലണ്ടറിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതില് ഡേറ്റിന്റെ അപ്പോയിൻമെന്റ് ഞാനിപ്പം മാറ്റിയിട്ട് ഈ മീറ്റിംഗ് വിത്ത് ഡോക്ടർ സ്മിത്ത് മാറ്റിയിട്ട് ഞാനിപ്പം ടാസ്ക് 1 എന്നാക്കുവാണ്. അപ്പൊ ഇത് കണ്ടോ, ഓട്ടോമാറ്റിക്കലി എനിക്ക് ഈ കലണ്ടറിൽ ടാസ്ക് 1 എന്ന് ആഡ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ജൂലൈ 6ലെയും ലഞ്ച് വിത്ത് അലക്സ് എനിക്ക് മാറ്റിയിട്ട് വേണമെങ്കിൽ ഗോയിങ് ടു ബീച്ച് ആഡ് ചെയ്യുവാണ്. കണ്ട, ജൂലൈ 6ലെ ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു ഗോയിങ് ടു ബീച്ച് എന്നുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ തന്നെ ഒരു അപ്പോയിൻമെന്റ് ഷീറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ പുതിയൊരു ഗൂഗിൾ ഷീറ്റ് ആണ് ഓപ്പൺ ചെയ്യുന്നത്. അതിനു വേണ്ടി ഇവിടെ ഒരു ടാബ് ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ആക്കുമ്പോൾ കിട്ടുന്ന ഒരു നമ്മൾ ക്രോം ഓപ്പൺ ആകുമ്പോൾ കിട്ടുന്ന ഒരു സ്ട്രക്ചർ ആണ് ഇതിപ്പം വന്നിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഇവിടെ ഗൂഗിൾ ആപ്സ് ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. താഴോട്ട് വരുമ്പോൾ ഗൂഗിൾ ഷീറ്റ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ബ്ലാങ്ക് സ്പ്രെഡ്ഷീറ്റ് ആണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ അൺടൈറ്റിൽ സ്പ്രെഡ്ഷീറ്റ് എന്നാണ് വരുന്നത്. ഞാനത് റീനെയിം ചെയ്യുവാണ്. അതായത് നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ ഞാൻ വീണ്ടും അപ്പോയിൻമെന്റ്സ് ഓഫ് ജൂലൈ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സെയിം ആസ് എനിക്ക് ഷീറ്റിന്റെ പേര് റീനെയിം ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഷീറ്റിൽ പോയി ക്ലിക്ക് ചെയ്ത് റൈറ്റ് ക്ലിക്ക് റീനെയിം. ഇവിടെ അപ്പോയിൻമെന്റ്സ് എന്നും പറഞ്ഞിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ ടെംപ്ലേറ്റിൽ ഞാൻ എഫിലാണ് ഇനി നമ്മൾ ടെംപ്ലേറ്റിലെ എഫിലാണ് നമ്മുടെ കലണ്ടർ സ്റ്റാർട്ട് ആവുന്നത്. അതുകൊണ്ട് തന്നെ സെയിം ആസ് തന്നെ ഞാൻ ഇവിടെയും F4 സെലക്ട് ചെയ്യുവാണ് ടെംപ്ലേറ്റ് സ്റ്റാർട്ട് ആവാൻ വേണ്ടിയിട്ട്. അതിനുവേണ്ടി ഞാൻ ഇവിടെ F4 സെലക്ട് ചെയ്തിട്ട് ഡേറ്റ വാലിഡേഷൻ എടുക്കുന്നു. ഇവിടെ ആഡ് റൂൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി റേഞ്ച് ചോദിക്കുന്നുണ്ട്. അതായത് അപ്പോയിൻമെന്റ് F4 അപ്പോയിൻമെന്റ് ഷീറ്റ് ആണ് വരുന്നത്. അതിനകത്ത് F4 എന്നാണ് ഈ അപ്ലൈ റേഞ്ച് വന്നിരിക്കുന്നത്. ഇത് ക്രൈറ്റീരിയ ഡ്രോപ്പ് ഡൗൺ ആണ് ചോദിക്കുന്നത്. നമുക്ക് ഇവിടെ ഡ്രോപ്പ് ഡൗൺ അല്ല വേണ്ടത്, അതിന് പകരം നമുക്കൊരു ഡേറ്റ് ആണ് വേണ്ടത്. അതുകൊണ്ട് ഈസ് വാലിഡേറ്റ് ഡേറ്റ് എന്നുള്ള ക്രൈറ്റീരിയ ആണ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് ഷോ എ വാർണിങ്ങിന് പകരം റിജക്ട് ദ ഇൻപുട്ട് ആണ് ക്ലിക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഡൺ ചെയ്യുന്നു. അപ്പൊ ഇതുവഴി നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു കലണ്ടർ ഓപ്പൺ ആയിട്ട് വരും. ഈ കലണ്ടർ ഞാൻ 1 സെലക്ട് ചെയ്യുന്നു, ജൂലൈ 1 സെലക്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി വരുന്നത് 01/07/2024 എന്നൊരു ഡേറ്റ് ആണ്. പക്ഷെ നമുക്ക് ഇവിടെ മന്ത് ആൻഡ് ഡേറ്റ് മാത്രം മതി. അതിനു വേണ്ടിയിട്ട് ഞാൻ ഇതില് ഫോമാറ്റ് പോകുന്നു, നമ്പർ, താഴെ വരുമ്പോൾ കസ്റ്റം ഡേറ്റ് ആൻഡ് ടൈം ആണ് സെലക്ട് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഡേ, മന്ത്, ഇയർ ആണ് വന്നിരിക്കുന്നത്. ഇത് ഞാനിപ്പം ഡിലീറ്റ് ചെയ്യുവാണ്. കാരണം എനിക്ക് ഡേ, മന്ത്, ഇയർ ആയിട്ട് വേണ്ട, എനിക്ക് ഓഗസ്റ്റ് 5 ആയിട്ട് മതി. പക്ഷെ എനിക്ക് ഇവിടെ ഓൾറെഡി ഓഗസ്റ്റ് 5 ഒരു ഫോമാറ്റ് വന്ന് കിടപ്പുണ്ട്. അത് ഞാൻ നേരത്തെ ചെയ്തേക്കുന്ന ടെംപ്ലേറ്റിലും സെയിം ഫോമാറ്റ് ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഇതിനകത്തും സെയിം ഫോമാറ്റ് വന്നിട്ടുള്ളത്. ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഈ ഒരു ഫോമാറ്റ് കിട്ടണം എന്നില്ല. അതുകൊണ്ട് അത് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഈ ഒരു അപ്ലൈയിൽ ഞാൻ ഇപ്പം കൾസർ പോയി ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അത് ഞാൻ ബാക്ക് സ്പേസ് അടിച്ച് ഡിലീറ്റ് ചെയ്യുവാണ്.
എന്നിട്ട് എനിക്കിവിടെ മന്താണ് ആദ്യമേ വേണ്ടത്. ഇതിൽ മന്ത് സെലക്ട് ചെയ്യുന്നു, ഒരു സ്പേസ് കൊടുക്കുന്നുണ്ട്, എന്നിട്ട് വീണ്ടും ഡൗൺ ആരോ ക്ലിക്ക് ചെയ്ത് ഡേ കൊടുക്കുന്നു. ഈ മന്തിന്റെ അവിടെ ഞാൻ മന്ദാസ് ഫുൾ നെയിം എന്നാണ് കൊടുക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് മന്ദാസ് അബ്രിവേഷൻ ആയിട്ടും കൊടുക്കാം, അതായത് AUG എന്ന് മാത്രം മതി. പക്ഷെ ഞാൻ ഇനി ഫുൾ നെയിം ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ഡേ, നമുക്ക് ഡേ തന്നെ മതി. എന്നിട്ട് അപ്ലൈ ചെയ്യുന്നു. അപ്പൊ കറക്റ്റ് ആയിട്ട് ജൂലൈ 1 നമുക്ക് കിട്ടി. ഇനി ഞാൻ ജിയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈക്വൽ ടു ഈ F4 വീണ്ടും സെലക്ട് ചെയ്യുവാണ്, +1 കൊടുക്കുന്നു. കാരണം എനിക്കത് ജൂലൈ 2 മൾട്ടിപ്ലൈ ആയിട്ട് വേണം, അല്ല ജൂലൈ 2 ആഡ് ഓൺ ആയിട്ട് വേണം. അതുകൊണ്ട് എൻറ്റർ ചെയ്യുന്നു കലണ്ടർ. അതുകൊണ്ട് 3, 4, 5 ടോട്ടൽ ജൂലൈ 1 to ജൂലൈ 7 വരെ വന്നിട്ടുണ്ട്. ഇത് ഞാൻ അലൈൻമെന്റ് കൊടുക്കുവാണ്. ഇതിനിവിടെ ക്ലിക്ക് ചെയ്തിട്ട് സെന്റർ സെലക്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ ബോർഡേഴ്സും കൊടുക്കുന്നുണ്ട്. ഇനി എനിക്ക് താഴെ 5 അപ്പോയിന്റ്മെന്റിനുള്ള സ്പേസ് മതി. അതിന് വേണ്ടിയിട്ട് 5 റോസ് ഞാൻ സെലക്ട് ചെയ്യുവാണ്. 1, 2, 3, 4, 5. ഇനി ഈ 5 വെച്ചിട്ട് ഞാൻ ബോർഡർ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഞാൻ ഔട്ടർ ബോർഡർ ആണ് കൊടുക്കുന്നത്. ഇനി 5ന്റെ താഴെ എനിക്ക് അടുത്ത ഡേറ്റ് വേണം. അതുകൊണ്ട് ഈക്വൽ ടു നാം ജൂലൈ 1, അതായത് F4 തന്നെ സെലക്ട് ചെയ്ത് +7 ആഡ് ചെയ്യുവാണ്. കാരണം അങ്ങനെ വരുന്നത്, ഞാൻ ഇവിടെ ഓൾറെഡി 7 കോളംസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് 1 ആഡ് ഓൺ ആയിട്ട് വരണം. അതുകൊണ്ടാണ് 7 കൊടുക്കുന്നത്. എന്നിട്ട് എൻറ്റർ ചെയ്യുന്നു. അപ്പൊ ജൂലൈ 8 എനിക്ക് കിട്ടുന്നു. സെയിം ഇക്വേഷൻ തന്നെ ഞാൻ ബാക്കി 6 കോളങ്ങളിലും ആഡ് ചെയ്യുവാണ്. എനിക്ക് ഇതുപോലെ തന്നെ ഈ ഒരു താഴത്തെ കോളവും ഫോർമാറ്റ് ചെയ്ത് വേണം. അതുകൊണ്ട് ഇത് ജൂലൈ 1 ജൂലൈ 7 ഫുൾ സെലക്ട് ചെയ്യുന്നു, പെയിന്റ് ഫോർമാറ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പൊ ഇതൊരു സെലക്ട് ചെയ്തൊരു ബട്ടൺ കാണിക്കുന്നുണ്ട്. അത് ഞാൻ ജൂലൈ 8 പോയി ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് സെയിം ഫോർമാറ്റ് കോപ്പി ആയിട്ട് കിട്ടുന്നതാണ്. ഇനി ഇവിടെയും എനിക്ക് സെയിം ഫോർമാറ്റ് വേണം. ജൂലൈ 1 to ജൂലൈ 8 ഞാൻ സെലക്ട് ചെയ്ത്, അത് നമുക്ക് ജൂലൈ 1 സെലക്ട് ചെയ്യുക, ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്യുക കീബോർഡിൽ, താഴെ ജൂലൈ 8 മുകളിലായിട്ടുള്ള കോളത്ത് ക്ലിക്ക് ചെയ്യുക, ബോർഡറിൽ പോവുക, ഫുൾ ബോർഡർ സെലക്ട് ചെയ്യുക. ഇവിടെ എനിക്ക് ഫുൾ ബോർഡർ ബ്ലാക്ക് ആയിട്ട് വേണ്ട, കുറച്ച് ഡൾ കളർ മതി. അതുകൊണ്ട് ഞാൻ ഔട്ടർ ബോർഡർ ആണ് കൊടുക്കുന്നത്. ഇത് അൺഡു ചെയ്താൽ നമുക്ക് ബാക്കിൽ പോവാം. വീണ്ടും ഞാൻ ജൂലൈ 1 സെലക്ട് ചെയ്യുക, ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്യുക, ജൂലൈ 8 മുകളിലായിട്ട് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ഒരു സെല്ല് ഫുള്ള് സെലക്ട് ചെയ്യാൻ പറ്റും. അതിൽ ബോർഡേഴ്സ് ക്ലിക്ക് ചെയ്യുക, ഔട്ടർ ബോർഡർ ആണ് ഞാൻ കൊടുക്കുന്നത്. സെയിം തന്നെ നമുക്ക് പെയിന്റ് ഫോർമാറ്റ് കൊടുത്തിട്ട് ജൂലൈ 2 അപ്ലൈ ചെയ്താൽ ഫുള്ള് കിട്ടുന്നതാണ്. എനിക്കിത് ഫുൾ വീണ്ടും ഇത് കണ്ടിന്യൂസ് ആയിട്ട് വേണ്ടത് കൊണ്ട് ഞാൻ അപ്ലൈ ചെയ്യുവാണ്. ഇത് തന്നെ എനിക്ക് ജൂലൈ 1 to ജൂലൈ 7 വരെ ഉള്ളത് പെയിന്റ് ഫോർമാറ്റ് ക്ലിക്ക് ചെയ്താൽ ജൂലൈ 8 വന്നാൽ താഴെ കിട്ടും. ഇനി വീണ്ടും നമ്മൾ ടെംപ്ലേറ്റിലോട്ട് പോകുമ്പോൾ ഇവിടെ F2 നമ്മൾ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ എന്നുള്ളത് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് ഞാൻ F2 സെലക്ട് ചെയ്യുന്നു, ഈക്വൽ ടു സെയിം ആസ് F4 എന്താണോ ഉള്ളത് അത് തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ എൻറ്റർ ചെയ്യുന്നു. ഇവിടെ
നമുക്ക് ജൂലൈ 1 മാറി ഓഗസ്റ്റ് ആവുമ്പോഴും ഓഗസ്റ്റ് 1 ഏതാണോ, മൺഡേ ആണോ ട്യൂസ്ഡേ ആണോ നമുക്ക് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആവണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജൂലൈ 1 എന്നുള്ളത് ട്യൂസ്ഡേ ആണോ വെനസ്ഡേ ആണോ എന്നുള്ളത് നമുക്ക് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആവണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെയിം F4 തന്നെ സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ F4 ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഫോർമാറ്റിൽ നമ്പർ താഴോട്ട് വന്ന് കസ്റ്റം ഡേറ്റ് ആൻഡ് ടൈമിൽ ഇവിടെ ഞാൻ വീണ്ടും ഡേ ഡിലീറ്റ് ചെയ്യുവാണ്, ഡേയും മന്തും ഡിലീറ്റ് ചെയ്യുവാണ്. ഞാൻ ഡേ സെലക്ട് ചെയ്യുന്നു, ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്യുക, ഡേ സെലക്ട് ചെയ്യുന്നു. ഈ ഡേയിൽ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പം ഇതിൽ നമുക്ക് ചോദിക്കുന്നുണ്ട് ഡേ ആസ് ഫുൾ നെയിം അല്ലെങ്കിൽ അബ്രിവേഷൻ. ഞാൻ ഇവിടെ ഡേ ആസ് ഫുൾ നെയിം കൊടുക്കുന്നു, അപ്ലൈ ചെയ്യുന്നു. അപ്പൊ എനിക്കിവിടെ മൺഡേ എന്ന് കിട്ടുന്നു. ഇതേ സെയിം ഫോർമാറ്റ് ഞാൻ ബാക്കി 7 കോളങ്ങളിലും ആഡ് ചെയ്യുവാണ്. സെയിം ആസ് എനിക്കിത് അലൈൻമെന്റ് സെന്റർ ആക്കണം, ബോർഡേഴ്സ് ഇടണം. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ലെഫ്റ്റ് സൈഡിലുള്ള അപ്പോയിൻമെന്റ് നമുക്ക് ആഡ് ചെയ്യേണ്ട ഒരു ഷീറ്റാണ് ആഡ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ എ സെല്ലും ഈ സെല്ലും കൺട്രോൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്യുവാണ്. അപ്പോൾ എനിക്ക് എ വരുന്ന അതേ സ്പേസ് തന്നെ എനിക്ക് ഇയിലും കിട്ടും. ഇനി നമ്മൾ ബിയിൽ SL നമ്പർ ആഡ് ചെയ്യുന്നു, സിയിൽ ഡേറ്റ് ആഡ് ചെയ്യുന്നു, ഡിയിൽ നമ്മൾ അപ്പോയിൻമെന്റ്സ്. എനിക്ക് ഡിയിൽ കുറച്ച് സ്പേസ് വേണം, അതുകൊണ്ട് ഞാൻ കുറച്ച് സ്പേസ് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. സെയിം സെൻറ്റർ അലൈൻമെന്റ് ചെയ്യുന്നു. SL നമ്പർ എനിക്ക് കുറച്ച് ചെറിയ കോളം മതി, അതുകൊണ്ട് ഇവിടെ ചെറിയൊരു കോളം ആക്കുവാണ്. അപ്പോയിൻമെന്റ് കുറച്ചുകൂടെ വലിപ്പം വേണമെന്ന് തോന്നുന്നു, ആഡ് ചെയ്യുന്നു. ഇവിടെ തന്നെ സീരിയൽ നമ്പറിൽ സീക്വൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ 1, 2, 3 ആഡ് ചെയ്തിട്ട് നമുക്ക് എത്ര കോളം വേണോ അത് സെലക്ട് ചെയ്യാം. പക്ഷെ ഞാനിപ്പം സീക്വൻസ് ആഡ് ചെയ്യുകയാണ്, അപ്പൊ പെട്ടെന്ന് എനിക്ക് 1, 2, 3 നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാനിവിടെ സീക്വൻസ് ആഡ് ചെയ്യുവാണ്, അപ്പൊ എനിക്ക് പെട്ടെന്ന് 50 സീക്വൻസ് കിട്ടും. അതുകൊണ്ട് സീക്വൻസ് ഷിഫ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ റോസ് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് 50 റോസ് ആണ് വേണ്ടത്. കോമ കോളംസിൽ ഒരു കോളമേ ഉള്ളൂ. കോമ സ്റ്റാർട്ട് ചെയ്യുന്നത് 1-ലാണ്, 1 ആയിട്ട് ആഡ് ഓൺ ആയാൽ മതി. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു. കറക്റ്റ് എനിക്ക് 50 എണ്ണം കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഡേറ്റിൽ സെയിം ആസ് ജൂലൈ 7 വേണം. അതുകൊണ്ട് ഈ C3 ഇവിടെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, കാരണം ഈ മൺഡേയുടെ താഴത്തെ C3 കോളത്തിൽ ഞാൻ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും ഇത് ബാക്ക് പോയിട്ട് B4 സീക്വൻസ് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഇവിടെ എനിക്കിനി ഡേറ്റ് C4 തൊട്ട് സെയിം ആസ് ഡേറ്റ് ഇവിടെ F4 കാണുന്ന അതേ ഡേറ്റ് തന്നെയാണ് എനിക്ക് ഇവിടെ താഴോട്ടും വേണ്ടത്. അതുകൊണ്ട് ഞാൻ ഈ C4 സെലക്ട് ചെയ്തിട്ട് C53 ക്ലിക്ക് ചെയ്യുന്നതിന് മുന്നേ ഷിഫ്റ്റ് പ്രസ് ചെയ്യുന്നുണ്ട് കീബോർഡിൽ. അപ്പൊ എനിക്ക് ടോട്ടലി ഒരുമിച്ച് മേലിൽ നിന്ന് താഴെ വരെ സെലക്ട് ആയി കിട്ടും. ഇത് ചെയ്തിട്ട് ഞാൻ ഡേറ്റ വാലിഡേഷൻ ആഡ് റൂൾ കൊടുക്കുന്നുണ്ട്.
അതിന് വേണ്ടിയിട്ട് എനിക്ക് C4 ഞാൻ സെലക്ട് ചെയ്യുന്നു. ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് F3 വരെ F3യും ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരുമിച്ച് എനിക്ക് ഡേറ്റ സെലക്ട് ആവുന്നുണ്ട്. ഒരുമിച്ച് എനിക്ക് കോളം സെലക്ട് ആവും. അപ്പം ഡേറ്റ വാലിഡേഷൻ, ആഡ് റൂൾ വരുമ്പം അപ്പോയിൻമെന്റ് C4 to C53 ഓൾറെഡി ഓപ്പൺ ആവുന്നുണ്ട്. ഇവിടെ ഡ്രോപ്പ് ഡൗൺ ആണ് വന്നിരിക്കുന്നത്. ഇനി എനിക്ക് ഇവിടെ ഈസ് വാലിഡേറ്റ് ഡേറ്റ മതി. അത് റിജക്ട് ദ ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്യുന്നു, ഡൺ ചെയ്യുന്നു. അപ്പൊ ഇവിടെ എനിക്ക് ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവിടെയും സെയിം നമുക്ക് 1/7/2024 ആണ് വന്നിരിക്കുന്നത്. സെയിം ആസ് ഞാൻ C4 to C53 സെലക്ട് ചെയ്യുന്നു. ഫോർമാറ്റ് നമ്പർ, എനിക്ക് September 22 എന്ന് ഓൾറെഡി കിടപ്പുണ്ട്. ആ ഒരു ഫോർമാറ്റ് മതി. ഞാൻ ആഡ് ചെയ്യുന്നു. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഫോർമാറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റിൽ എനിക്ക് SL നമ്പർ ടു ഡേറ്റ് ഒന്ന് ഫോർമാറ്റ് ചെയ്യണം. സെലക്ട് ചെയ്യുന്നു, ബോർഡേഴ്സ് ആഡ് ചെയ്യുന്നു. ഇവിടെ കളർ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഫിൽ കളർ ആണ് യൂസ് ചെയ്യുന്നത്. എനിക്കൊരു കസ്റ്റം കളറാണ് വേണ്ടത്. അതുകൊണ്ട് ഒരു പർപ്പിളില് ഒരു ലൈറ്റ് ഷെയ്ഡ്. ഇത് വേണമെങ്കിൽ നമുക്ക് എക്സ് കോപ്പി പേസ്റ്റ് ചെയ്തെങ്കിൽ, നിങ്ങൾക്ക് എക്സ് കോപ്പി പേസ്റ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അതേ കളർ തന്നെ ആഡ് ചെയ്യാൻ പറ്റും ഇഷ്ടപ്പെട്ടാൽ. ഞാൻ ഈ പർപ്പിൾ കളറാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ കൊടുക്കുന്നു, പർപ്പിൾ കളർ കിട്ടുന്നു. ഇനി നമുക്ക് ഈ ഒരു ഫോണ്ടിന്റെ കളർ മാറ്റാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് കളർ ക്ലിക്ക് ചെയ്യുന്നു, വൈറ്റ് കൊടുക്കുന്നു. എനിക്ക് ബോൾഡ് ആക്കണം. അതിനു മുന്നേ എനിക്ക് ഇതിന്റെ എല്ലാം ഫോണ്ട് മാറ്റണം. അതിന് ഇവിടെ D4ന്റെ താഴെ സെലക്ട് ചെയ്യുമ്പോൾ ടോട്ടൽ ഷീറ്റ് ഓപ്പൺ ആയി വരും. ഇതിന് ഡീഫോൾട്ട് ഫോണ്ടിൽ ഞാനാണെങ്കിൽ മെരി വെതർ ആണ് യൂസ് ചെയ്യുന്നത്. സെയിം ആസ് മൺഡേ ടു സൺഡേ വരെ സെലക്ട് ചെയ്യുന്നു. ഫിൽ കളറിൽ സെയിം പ്രൊസീജിയർ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുവാണ്. കളർ ഇവിടെ എനിക്ക് ടെക്സ്റ്റ് കളർ ഞാൻ കുറച്ചുകൂടെ ബ്ലൂ ആക്കി കൊടുക്കുവാണ്. ടെക്സ്റ്റ് കളർ ഞാൻ കുറച്ചുകൂടെ യെല്ലോ ആക്കുവാണ്. ഇനി ഫോർമാറ്റ്, എല്ലാത്തിനും ഓരോ എനിക്ക് കോളംസ് വലുതാക്കണം. അതിന് വേണ്ടിയിട്ട് F4 ടു സെലക്ട് ഷിഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ബാക്കിയെല്ലാം ഒരുപോലെ സെലക്ട് ആവും. എന്നിട്ട് ഏതെങ്കിലും ഒരു സെല്ലിന് വേണ്ടിയിട്ടുള്ള സ്പേസ് കൊടുത്താൽ ഫുള്ള് നമുക്ക് അതുപോലെ കിട്ടും. ഇതെല്ലാം സെലക്ട് ചെയ്തിട്ട് ഞാൻ ഈ ടെക്സ്റ്റ് വ്രാപ്പിംഗ് ടൂൾ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് സെക്കൻഡ് വ്രാപ്പില് ഇത് ക്ലിക്ക് ചെയ്യുവാണ്. കാരണം ഇവിടെ എന്ത് എൻ്റർ ചെയ്താലും താഴോട്ട് തന്നെ നമുക്ക് സ്പേസ് ആയിട്ട് ആഡ് ഓൺ ആയിട്ട് വരും. ഇവിടെ ഞാൻ ഫുൾ ബോർഡർ ആഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ എനിക്ക് ഈ അകത്തെ ബോർഡറിന് കളറ് മാറ്റി കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ബോർഡർ കളറിൽ അത് ഈ ജൂലൈ 1 ഇവിടെ വരെയുള്ള ബോർഡർ കളർ മതി. അതിന് വേണ്ടിയിട്ട് ബോർഡർ എടുക്കുന്നു. ഇവിടെ ബോർഡർ കളർ ഉണ്ട്, അതിൽ ഞാൻ കുറച്ചുകൂടെ ഡാർക്ക് സെലക്ട് ചെയ്ത് പിന്നെ ബോർഡേഴ്സ് എന്ന് ആഡ് ചെയ്യുന്നുണ്ട്.
എനിക്ക് ഇങ്ങനെ ഒരു ഫോമാറ്റ് കിട്ടും. ഈ 1 to 15 വരെയുള്ളതിന് എനിക്ക് കളർ കൊടുക്കണം. നമ്മളിവിടെ ഡേറ്റ് കൊടുത്തു, അപ്പോയിൻമെന്റും കൊടുത്തു. പക്ഷെ എനിക്ക് ഈ കലണ്ടറിൽ ഇത് ആഡ് ഓൺ ആവുന്നില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഫോർമുലയാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. ഈക്വൽ ടു ഫിൽറ്റർ ബ്രാക്കറ്റ് ഓപ്പൺ റേഞ്ച് D4 to D15 ആണ് വരുന്നത്. ഇത് നമ്മൾ F4 ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഡോളർ സൈൻ വന്നിട്ട് ഈ ഒരു റേഞ്ച് ലോക്ക് ആവും. കാരണം ലോക്ക് ആയില്ലെങ്കിൽ നമുക്ക് ബാക്കി ജൂലൈ 2 പോകുമ്പോൾ ഈ D4 D15 ഉള്ളത് F3 ഉള്ളത് E4 E53 ആവും. നിങ്ങൾ ഈ ഡോളർ സൈൻ കൊടുക്കാതെ നിങ്ങൾക്കൊന്ന് നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. ഞാനിവിടെ കോമ കൊടുക്കുന്നു. കണ്ടീഷൻ വരുന്നത് F4 ഈക്വൽ ടു ഈ ജൂലൈ 1, അതായത് C4ലെ വാല്യൂ ആയിട്ട് എനിക്ക് F4ലെ അല്ലെങ്കിൽ എനിക്ക് ടാസ്ക് ഓരോ ഡേറ്റിലെ വാല്യൂ ആഡ് ഓൺ ആവണം, അതായത് മാച്ച് ആവണം. അതുകൊണ്ട് ഞാൻ ഈ F4 അവിടെ നിർത്തിയിട്ട് C4ൽ മാത്രമാണ് ഞാനിപ്പം ലോക്ക് ചെയ്യുന്നത്. ചില കീബോർഡിൽ നമുക്ക് F4 ക്ലിക്ക് ചെയ്താൽ ലോക്ക് ആവണം എന്നില്ല. അതുകൊണ്ട് നമുക്ക് മാനുവലിയും ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഷിഫ്റ്റ് ബ്രാക്കറ്റ് ക്ലോസ് എൻ്റർ. നമുക്ക് ഈ ടാസ്ക് താഴോട്ട് വലിക്കാം. അപ്പൊ എനിക്ക് ഇവിടെ NA എന്നും പറഞ്ഞിട്ട് ഇറർ വന്നിട്ടുണ്ട്. എനിക്ക് ഈ ഇറർ വരുവാണെങ്കിൽ എനിക്കിവിടെ ഷോ ചെയ്യണ്ട. അതിനുവേണ്ടി എന്ത് ചെയ്യാം, ഇറർ എന്നൊരു ഫോർമുല കൂടി ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. if error ബ്രാക്കറ്റ് ഓപ്പൺ വാല്യൂ കൊടുക്കാൻ പറയുന്നുണ്ട്. ലാസ്റ്റ് വന്ന് കോമ. ഇറർ വാല്യൂ വന്നാൽ എനിക്ക് ഒന്നും വേണ്ട, അവിടെ ബ്ലാങ്ക് ആയിട്ട് മതി. അതുകൊണ്ട് ഞാനിവിടെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുവാണ്. എൻ്റർ. ഈ ജൂലൈ 1ലെ ടാസ്ക് ഞാനിപ്പം 5 കൂടുതൽ കൊടുക്കുവാണ്. ഞാൻ Ctrl+ അടിച്ചാൽ മതി. അപ്പൊ എനിക്ക് ഇനി റെഫറൻസ് വരുന്നുണ്ട്, അതായത് അറേ റിസൾട്ട് വാസ് നോട്ട് എക്സ്പാൻഡഡ്. അപ്പൊ എനിക്ക് അറേ ഇവിടെ ആഡ് ചെയ്യണം. കാരണം ഇപ്പൊ എനിക്ക് 5 വരെ ഉള്ളത് മതി. 6ാമത്തേന്റെ വാല്യൂ ഞാൻ ജൂലൈ 8 കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഞാൻ അറേ ഷിഫ്റ്റ് ഡൗൺ അണ്ടർസ്കോർ കൺസ്ട്രെയിൻ കൊടുക്കുന്നു. എന്നിട്ട് ഷിഫ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ. ഇവിടെ ഞാൻ അറേയുടെ ലാസ്റ്റ് 5 കൊടുക്കുന്നത്, കോമ 1, ഒരു കോളം 5 റോ. എൻ്റർ. എനിക്ക് ഇവിടെ തന്നെ അറേ കൊടുക്കുന്നത് കൊണ്ട് ജൂലൈ 1 വെച്ചിട്ട് എത്ര 5 എത്രയാണോ വന്നേക്കുന്നത് അത് തന്നെ താഴോട്ടും വരും, എനിക്ക് ആഡ് ഓൺ ആയിട്ട് വരും. അപ്പൊ ഇതില് ഞാൻ ജൂലൈ 1 F6ലെ ഫോർമുല ഞാൻ എല്ലായിടത്തും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഇപ്പം ബ്ലാങ്ക് ആയിട്ടുള്ളത് നമ്മളിവിടെ ടാസ്ക് ഒന്നും ആഡ് ചെയ്തിട്ടില്ല, അതായത് അപ്പോയിന്റ്മെന്റ് ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ ഈ ജൂലൈ 1 ഉള്ളത് ക്ലിക്ക് ചെയ്ത് ഞാൻ താഴോട്ട് ആഡ് ചെയ്യുവാണ്. അപ്പൊ ജൂലൈ 12 വരെ എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ടാസ്കിന്റെ ഞാൻ താഴോട്ട് സ്ക്രോൾ ചെയ്യുവാണ്. അപ്പൊ എനിക്ക് ജൂലൈ 12 വരെ ടാസ്ക് 12 എന്നുണ്ട്. അത് തന്നെ എനിക്ക് ഓട്ടോമാറ്റിക്കലി ഇവിടെ ജൂലൈ 12 കിട്ടുന്നുണ്ട്. ജൂലൈ 14 വരെ ഇവിടെ ഉള്ളൂ. ബാക്കി ജൂലൈ 30 വരെ നമുക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ജൂലൈ 8 തൊട്ട് ജൂലൈ 14 വരെ ഞാൻ കോപ്പി ചെയ്യുകയാണ്, വീണ്ടും താഴോട്ട് ആഡ് ചെയ്യുവാണ്. നമ്മൾ ജൂലൈ 15 നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇത് കിട്ടും. അതുപോലെ തന്നെ വീണ്ടും കോപ്പി പേസ്റ്റ് ചെയ്ത് ജൂലൈ 28 വരെ
കിട്ടുന്നുണ്ട്. ഇവിടെ ഞാൻ ഓഗസ്റ്റ് 4 വരെ എടുക്കുന്നുണ്ട്. കാരണം ഇത് ഫുൾ ഒരു കലണ്ടറായിട്ട് തന്നെ ആഡ് ആവട്ടെ എന്നുള്ളൊരു ഇതിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജൂലൈ 31 വരെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ അപ്പോയിന്റ്മെന്റ് ജൂലൈ 31 വരെയുള്ള അപ്പോയിന്റ്മെന്റ് ഞാനിവിടെ ആഡ് ചെയ്യുവാണ്. അതെങ്ങനെ ചെയ്യാന്ന് നോക്കാം. നടക്കുവാണ്. ടാസ്കും സെയിം ആസ് ഞാൻ സ്ക്രോൾ ചെയ്ത് 31 വരെ ആഡ് ചെയ്യുകയാണ്. അപ്പൊ എനിക്ക് 31 വരെയുള്ള ടാസ്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് തന്നെ ഞാൻ വീണ്ടും കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത് ഞാൻ ജസ്റ്റ് കാണിക്കുവാണ്. നമ്മൾ 5 എണ്ണം ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴും എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ. ഇപ്പൊ എല്ലാ കോളത്തിലും കറക്റ്റ് കാര്യങ്ങള് ആഡ് ഓൺ ആയി നമുക്ക് കിട്ടുന്നുണ്ട്. താഴത്തെ 20 തൊട്ട് 31 വരെ ഉള്ളത് ഇതിൽ ആഡ് ഓൺ ആവാത്തത് നമ്മൾ ആ ഒരു റേഞ്ച് ഇവിടെ സെലക്ട് ചെയ്തില്ല. അതുകൊണ്ടാണ് നമ്മൾ C53 വരെയാണ് നമ്മൾ റേഞ്ച് സെലക്ട് ചെയ്തത്. ആ റേഞ്ച് നമ്മൾ C65 വരെ ആഡ് ഓൺ ചെയ്യുവാണെങ്കിൽ ഇവിടെ വരെ ഉള്ളത് നമുക്ക് ഇവിടെ ആഡ് ഓൺ ആയി കിട്ടും. ഞാനത് ഇപ്പൊ കാണിക്കാം. ഉള്ളത് 65 ആക്കുവാണ്. ഇവിടെയും 65 ആക്കുവാണ്. എൻ്റർ ചെയ്യുന്നു. എനിക്ക് ടാസ്ക് 31 വീണ്ടും കിട്ടുന്നുണ്ട്. കണ്ടോ? ഇതുപോലെ നമ്മുടെ ഫോർമുലയിൽ മാറ്റം ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഒരു ഡൈനാമിക് കലണ്ടർ കിട്ടുന്നതാണ്. നമ്മോട് ക്രീം കളർ തന്നെ കൊടുക്കുവാണ്. അപ്പം ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇതുപോലുള്ള പ്രോജക്ട്സ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ആഡ് ചെയ്യാവുന്നതാണ്.